നമസ്കാരം. നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേക്കി മാസ്റ്ററും ഹീലറുമായ സുനിൽ ചന്ദ്രൻ സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥലം ചിറയൻകീഴാണ്. കഴക്കൂട്ടത്ത് റേക്കി ഹീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് സെൻറ്റർ ഇട്ടിട്ടുണ്ട്. അപ്പം അവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, ഹീലിംഗ് സെഷൻസ് ചെയ്തു പോരുന്നുമുണ്ട്. നേരത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് റേക്കിയെ പറ്റി എൻ്റെ പ്രേക്ഷകർക്കൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് റേക്കിയുടെ പ്രത്യേകത എന്താണ്, റേക്കി എന്തിനു പഠിക്കണം, റേക്കി ഹീലിംഗ് വഴി എന്തൊക്കെ സാധ്യമാവും, എല്ലാ രോഗങ്ങളും മാറിക്കിട്ടുമോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പല വീഡിയോസിലൂടെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ മറുപടി കൊടുത്തിട്ടുമുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇത് പഠിച്ചു പോയവർ കുറേ പേര് ഇത് കണ്ടിന്യൂ ചെയ്യാതെ അല്ലെങ്കിൽ തുടർന്ന് പോകാതെ നിർത്തിപ്പോയവരുണ്ട്. അതായത് ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു, പിന്നെ സെക്കൻഡ് സെഷനിലേക്കോ തേർഡിലേക്കോ ഒന്നും പോവാതെ ഓരോ ലെവലിലേക്ക് പോവാതെ ചിലപ്പം അതുകൊണ്ട് നിർത്തിപ്പോയിട്ട് ഇപ്പം എന്താ റേക്കി ഹീലിംഗ് ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടോ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ തുടർന്ന് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് സമയം കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ഞാൻ പലപ്പോഴും ഇങ്ങനെ പല ആൾക്കാരെയും പരിചയപ്പെടുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ എന്ത് ചെയ്യുന്നു. ഞാൻ റേക്കി ചെയ്യുന്നു. ഇപ്പോൾ റേക്കി ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു ശതമാനം ആൾക്കാർ ഞാനും റേക്കി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഏത് ലെവൽ? ഞാൻ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു അല്ലെങ്കിൽ സെക്കൻഡ് ലെവൽ കഴിഞ്ഞു. ഇത് പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ എന്നിലൊരു ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇവർ പഠിച്ചിട്ട് ചെയ്യുന്നില്ല? അതെനിക്ക് അതിനുള്ള സമയം കിട്ടാറില്ല. പിന്നെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ പോകും. അല്ല, ഇതിനോട് വെറുപ്പോ ദേഷ്യമോ ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. നല്ലതാണ്, നല്ലൊരു കോൺസെപ്റ്റാണെന്നുള്ള വിശ്വാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അത് സ്വദേശികൾക്ക് മാത്രമല്ല വിദേശികളിലും ഉണ്ട്. ഈ ഞാൻ റിസോർട്ടുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വരുന്ന ടൂറിസ്റ്റുകളിലടക്കം ഞാൻ റേക്കി മാസ്റ്ററാണെന്ന് ചിലപ്പോൾ അറിഞ്ഞിട്ട് വരുന്നതുകൊണ്ടായി പറയും. ചിലപ്പോൾ അവർ ഹീലിങ്ങിന് വരുന്നവരായിരിക്കും. അവർ പറയും ഞാനും റേക്കി പഠിച്ചിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഇല്ല, ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഇല്ലെങ്കിലും എന്നെക്കൊണ്ട് ഒരു ഹീലിംഗ് എടുപ്പിച്ചിട്ടായിരിക്കും അവർ പോകുന്നത്. ഇത് ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് സമയമാണ്. അത് 27 പോയിൻറ്റ്സിൽ 3 മിനിറ്റ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ 81 മിനിറ്റ് വേണം, ഏതാണ്ട് 1.5 മണിക്കൂർ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിനിടയിൽ എല്ലാവരും ഓരോ രീതിയിൽ അല്ലെങ്കിൽ ഒരു ആശ്രമത്തിൽ ജീവിതമായിരിക്കണം. അല്ലാതെ ഗൃഹസ്ഥരായ ആൾക്കാർക്ക് 1.5 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പക്ഷേ ഇതിനെ കുറച്ചുകൂടി ഒന്ന് കോമ്പാക്റ്റ് ആക്കിയിട്ടുണ്ട്. അതാണ് ഈ ചക്ര മെഡിറ്റേഷൻ. 7 ചക്രങ്ങളിലേക്ക് എനർജി കൊടുക്കുക. അതിന് കളേഴ്സ് വിഷ്വലൈസ് ചെയ്യുക. 7 മതി. അപ്പോൾ 7 × 3 21 മിനിറ്റ് അത്രയേ വേണ്ടൂ. ഈ 21 മിനിറ്റ് നമുക്ക് കണ്ടെത്താൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ കാലത്തേക്ക് ചായ കുടിക്കുന്ന സമയമുണ്ടല്ലോ, ആ ചായ കുടിക്കുന്ന സമയം ചായ എടുത്തുകൊണ്ട് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ആ ചായ കുടിക്കാൻ 15 മിനിറ്റ് എടുക്കുന്നുണ്ട്, അതിനോട് 6 മിനിറ്റോടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യം കൊണ്ട് നടക്കും. നമ്മൾ ചക്രകളിലേക്ക് പോകുക, ഓരോ ചക്രയും കൈ എടുക്കുമ്പോൾ ഒന്ന് സിപ്പ് ചെയ്യുക. അത്ര ഈ വലിയ കഠിനമായ വ്രതമല്ല, കഠിനമായ തപസ്സൊന്നും അല്ല. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്, ഗൃഹസ്ഥർക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇത് അത്രയും ഈ രംഗത്തൊക്കെ വിജയിച്ചിട്ടുള്ളവരെല്ലാവരും ഗൃഹസ്ഥർ തന്നെയാണ്. അല്ല സന്യാസ ശ്രേഷ്ഠന്മാരൊക്കെ ഈ രംഗത്ത് വന്നിട്ടുള്ളത് കുറവാണ്. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ഈ 21 മിനിറ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അല്ലേ, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലവാക്കുന്നു. നമുക്കൊരു സിനിമ കാണാനായാലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജോലിയിലായാലും അടുക്കളയിലെ ജോലിയായാലും അല്ലെ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചിലവാക്കുന്നു. അപ്പോൾ 21 മിനിറ്റ് പാഴാക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, പാഴാക്കുന്നു എന്നും പറയാം. പക്ഷെ ഈ ഒരു 21 മിനിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാഴ്വാക്കല്ല. അതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ചക്ര, അതായത് നമ്മൾ ക്രൗൺ ചക്ര ചെയ്യുമ്പോഴത്തേക്ക് ക്രൗൺ ചക്രയിൽ 3 മിനിറ്റ് നമ്മൾ ചിലവാക്കുന്ന ആ 3 മിനിറ്റ് നമ്മുടെ ഡെസ്റ്റിനിയിലാണ് മാറ്റം ഉണ്ടാക്കുന്നത്. അതെ. സാർ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ റേക്കി ഹീലിംഗ് എന്ന് പറയുന്നത് ശരിക്കും പാസ് ഹീലിംഗ് ആണല്ലേ, പാസ് റിഗ്രഷൻ പോലൊരു ഹീലിംഗ് ആണ്. അതായത് നമുക്ക് മുൻജന്മങ്ങളിലുണ്ടായ പ്രശ്നങ്ങളെ ഈ റേക്കി ഹീലിംഗ് വഴി പരിഹരിച്ച് കിട്ടുകയാണല്ലേ? അതെ, ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ ഇത് ഹോളിസ്റ്റിക്കാണ്. മൈൻഡ്, ബോഡി, സോൾ, ഇത് 3ഉം കൂടി ചേർന്നുകൊണ്ടുള്ള ചികിത്സാ രീതിയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ആ മൈൻഡ് പാർട്ട് ഓരോ കാര്യത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ നമ്മുടെ മൈൻഡിനൊരു സ്ഥാനമുണ്ട്, നമ്മുടെ ശരീരത്തിനൊരു സ്ഥാനമുണ്ട്, ഇതിനെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ആത്മാവിനൊരു സ്ഥാനമുണ്ട്. അപ്പോൾ ഈ 3 ഘടകങ്ങളെ ഇത് ഹീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മളിത് ക്രൗൺ ചക്ര ഹീൽ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ 3 മിനിറ്റ് നേരം വയലറ്റ് കളർ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത്
നമ്മുടെ ദൈവാധീനത്തെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും, നമ്മുടെ ഡെസ്റ്റിനിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്ന അവസാന വാക്കൊന്നുമല്ല. അത് ഈ പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്, യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ഓൺ ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ്, അത് എത്രയും സൂക്ഷ്മമായിട്ട് എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള പറഞ്ഞു കൊടുക്കാൻ അവർക്കാകുന്നില്ല. നമ്മളതിൻ്റെ സൂക്ഷ്മതലത്തിലേക്കാണ് പോകുന്നത്, അതിൻ്റെ സബ്റ്റിൽ ബോഡിയിലേക്കാണ് പോകുന്നത്. ആ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്രൗൺ ചക്രയായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ അതിനെ എൻറിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും അതിനെ ഹീൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറേ കൂടി മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. 3 മിനിറ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആജ്ഞാചക്രയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ആജ്ഞാചക്രയാണ് നമ്മുടെ ഇൻറ്റ്യൂഷൻ്റെ സ്ഥാനം. ഈ ഇൻറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ്. തീരുമാനങ്ങൾ ശരിയാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചക്ര നേരെയായിരിക്കണം. ആ ചക്ര സ്ട്രോങ് ആയിരിക്കും. ഓപ്പൺ ആക്കുക എന്നുള്ള മാത്രമല്ല, അതിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളല്ലേ നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നത്. ഒരു തീരുമാനങ്ങളും പ്രസൻറ്റിനും പാസ്റ്റിനും വേണ്ടിയിട്ടല്ല, എല്ലാ തീരുമാനങ്ങളും ഫ്യൂച്ചറിലേക്കാണ്. ഇപ്പോൾ നമ്മൾ എന്തെടുക്കുന്നത്, ഇത് ആഹാരം കഴിക്കുന്നതായിരുന്നാലും അടുത്ത മെനു ഏതായിരുന്നാലും അതുപോലെ നമ്മൾ ഭാവിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് കാര്യം, ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ കാര്യം, കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ മാരേജ്, നമ്മുടെ കാര്യങ്ങൾ, അങ്ങനെ പ്രൊഫഷൻ, ഏത് കാര്യത്തിൽ നമ്മൾ തീരുമാനം എടുക്കുന്നതും അതൊരു പ്രോപ്പറായിട്ട് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റ്യൂഷൻ നേരെയാകണം. കാരണം നമുക്ക് കാണാൻ, സാധാരണ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് അപ്പുറത്ത് നമ്മുടെ ഈ സിക്സ്ത് സെൻസ് എന്നറിയപ്പെടുന്ന ഈ തേർഡ് ഐക്ക് അഥവാ ആജ്ഞാചക്രയ്ക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇയാൾ ഇടത്തോട്ട് പോയാലാണോ വലത്തോട്ട് പോയാലാണോ ശരിയെന്നും നല്ലതെന്നോ അതിന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതങ്ങനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അതിന് ഫങ്ഷൻ ചെയ്യണം. അതിനാവശ്യത്തിനുള്ള എനർജി വേണം, എങ്കിലേ അതിനെ റീഡ് ചെയ്ത് നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ ചിലവാക്കുന്ന 3 മിനിറ്റിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് അവിടെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ ഒരാൾ ഒരു 3 മിനിറ്റ് ഇതിനു വേണ്ടി ചിലവാക്കാമെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തെ അല്ലേ മെച്ചപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടിപ്പം നമ്മൾ 3 മിനിറ്റ് എന്ന് പറയുന്നു, 3 മിനിറ്റിൽ അല്പം കുറഞ്ഞു പോയി, ഇപ്പം കുറച്ച് ധൃതിയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 3 മിനിറ്റ് എന്ന് പറയുന്നത് കുറഞ്ഞ് 1 മിനിറ്റ് ആയിപ്പോയി. പക്ഷെ എന്നും ചെയ്യുന്നുണ്ട്, എന്നാലും എഫക്റ്റ് ഉണ്ടാവത്തില്ലേ? തീർച്ചയായിട്ടും എഫക്റ്റ് ഉണ്ടായത്. നമ്മളൊക്കെ ഗൃഹസ്ഥരല്ലേ, ഒരു വളരെ ഇതായിട്ട് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങളും ചെയ്തില്ലെങ്കിലും, പക്ഷേ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്താൽ മതിയെന്നതിന് അർത്ഥമൊന്നുമില്ല. ഇപ്പോൾ ഒരു ഫോൺ കോൾ വന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ വീട്ടിൽ ഗസ്റ്റ് വന്നു, അപ്പോൾ ഈ സമയമൊക്കെ നമ്മൾ കുറച്ച് ഡിസ്റ്റർബ്ഡായി എന്ന് വരാം. അപ്പോൾ ആ സമയം നമുക്കത് ചിലപ്പോൾ 3 മിനിറ്റ് തയ്ക്കാൻ പറ്റില്ല എന്ന് വരാം, പിന്നീട് ചെയ്താലും മതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എപ്പോഴെങ്കിലും പലപ്പോഴായിട്ട് ചെയ്താൽ മതി എന്നതിൻ്റെ അർത്ഥമില്ല. കഴിവത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഇതൊക്കെ രാവിലെ തുടങ്ങുക, രാവിലെ ചെയ്യുന്ന. അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് സമയം എഴുന്നേൽക്കുന്നതിന് 1/2 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റാൽ മതി, ഇതെല്ലാം ക്ലിയർ ആവും. ഇപ്പം ചെയ്യുന്നതിനേക്കാളും 1/2 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള സമയം, നമുക്ക് ഇത് കഴിഞ്ഞ സമയം മെച്ചം വരും. പക്ഷേ ഈ പറഞ്ഞ ചക്ര ബേസ്ഡ് മെഡിറ്റേഷൻ, അതായത് ഇപ്പം നമ്മൾ 3 മിനിറ്റ് സഹസ്രാരം അല്ലെങ്കിൽ വിശുദ്ധി ചക്ര അങ്ങനെ വെക്കുന്നതിന് പകരം 27 പോയിന്റ്സിൽ വെച്ചാൽ കൂടുതൽ എഫക്റ്റീവ് ആകുമോ? ഇല്ല, അത് വെള്ളം ചെടിയുടെ ചുവട്ടിലൊഴിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ചെടി മൊത്തം കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുന്നതിനേക്കാളും ഇലകൾക്ക് നനയുന്നത് നല്ലതായിരിക്കാം, അതിൻ്റെ പുറത്തുള്ള പൊടിയൊക്കെ പോകുമായിരിക്കാം. എങ്കിലും ആ വേലിൽ വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഇത് നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ സോഫ്റ്റ്വെയറാണ്. അതിന് ശക്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും. ഇതാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ റൂട്ട് ചക്രയാണ് നമ്മളെ കാലുകൾ നിയന്ത്രിക്കുന്നത്. ഈ അനാഹത ചക്ര എന്ന് പറയുന്നത് ഈ ഹൃദയചക്രയാണ് നമ്മുടെ കൈകളെയൊക്കെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ശരീരമാസകലം ഇന്റേണൽ ഓർഗൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഈ ചക്രങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ പോയിന്റ്സിലേക്ക് കൊടുക്കുന്നതിന് പകരമായിട്ട് ഇതിൽ കൊടുത്താൽ പോരെ, മതി. മറ്റേതായാലും ഇതായാലും ഏത് രീതിയിലായാലും എഫക്റ്റ് തുല്യമാണ്. ഫലത്തിൽ ഞാൻ നോക്കിയിട്ടുണ്ട്, തുല്യ എഫക്റ്റാണ്. പക്ഷേ 7 ചക്രങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാണ്. നമുക്ക് സമയം ലാഭിക്കാം, നമുക്ക് ചെയ്യാൻ സാധിക്കും, നമുക്ക് അതിനോടുള്ള അതിന് നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ലെവൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പോകുന്നവരുണ്ടല്ലോ, ഇപ്പോൾ സെക്കൻഡ് ലെവൽ പഠിക്കാത്തവരാണ്, അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും നല്ലത് തന്നെയല്ലേ തീർച്ചയായിട്ടും. ഫസ്റ്റ് ലെവൽ ആണെങ്കിലും അത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് മതി. ഫസ്റ്റ് ലെവൽ മതി. അവർ എല്ലാവരും പറയുന്ന നാട്ടിലുള്ള എൻ്റെ പോപ്പുലേഷൻ റേക്കി മാസ്റ്റേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ഇരിക്കും? അത് ആഗ്രഹിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല കുറേ. പക്ഷേ എല്ലാവർക്കും
ഇത് ചെയ്യാമല്ലോ, ഇത് പ്രാക്ടീസ് ചെയ്യാമല്ലോ. ഇതൊരു ഒരു ലൈഫ് സയൻസാണ്. ലൈഫിനെ എങ്ങനെ ലൈഫ് മെച്ചമായിട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് ഉള്ള ഉത്തരമാണ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ത്രോട്ട് ചക്ര വന്നു കഴിഞ്ഞാൽ ഈ ത്രോട്ട് ചക്ര അഥവാ വിശുദ്ധി ചക്ര നേരെ ആയാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്ന് പറയുന്ന വേറൊന്ന്, ആൾക്കാർ മനസ്സിലാക്കുന്ന വേറെ. ഇതാണ് മിക്കവാറും കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങളുടെ, നമ്മളിന്ന് പേപ്പറിലൊക്കെ വായിക്കുന്ന പല കുടുംബ കലഹങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത് ഇവിടമാണ്. അപ്പം അതിന് പകരമായിട്ട് അവിടെ ഇരിക്കുന്ന ഭാര്യയും ഭർത്താവും ഈ ചക്രയെ ഒന്ന് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാനും സംസാരിക്കാനും സാധിക്കില്ലേ? അതിൻ്റെ പ്രോപ്പർ അതിൻ്റെ ആ കളർ വിഷ്വലൈസ് കൊണ്ടൊരു 3 മിനിറ്റ് അവിടെ കൊടുക്കുക, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നേരെയാവും. അതേ കണക്ക് ഹൃദയചക്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഇന്നത്തെ ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ ബ്രേക്കപ്പ് ഒരു വലിയ പ്രതിഭാസമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. പണ്ടത്തെ മാതിരിയല്ല, പെട്ടെന്ന് അകന്നു പോകുന്നൊരവസ്ഥ. ബ്രേക്കപ്പ് മൂലം ഉണ്ടാകുന്ന അതിൻ്റെ ബ്രേക്കപ്പ് ട്രോമ. എൻ്റെ അടുക്കൽ ഇപ്പോൾ വരുന്നതിൽ ഏറ്റവും കൂടുതൽ ഇത്തരം കംപ്ലൈൻറ്റ്സ് ആണ്. ഇത് ഹീൽ ചെയ്ത് കൊടുക്കുക. അത് മിക്കവാറും ഒക്കെ റേക്കി പഠിച്ചവർ തന്നെ ആയിരിക്കും. പക്ഷെ അവർക്കും ഇത് റെഗുലറായിട്ട് പ്രാക്ടീസ് അവർക്കും സ്വയം കണ്ട. പക്ഷേ നമുക്കിപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഡോക്ടർക്കും സ്വന്തം വയറ് കീറാനൊക്കെ ഇല്ല എന്ന് പറയുന്ന പോലെ എനിക്ക് പോലും ചിലപ്പോൾ ചില ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ മറ്റുള്ളവരെ ആശ്രയിക്കാറുണ്ട്. മിക്കവാറൊക്കെ ഡിസ്റ്റൻ്റ് ഹീലിംഗ് ആയിട്ടാണ്. പലയിടങ്ങളിലും സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വിളിക്കും, അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവരൊന്ന് ഹീൽ ചെയ്ത് തരും, ഒരാശ്വാസത്തോടെ. അപ്പോൾ അതേപോലെ ഈ ട്രോമ ബ്രേക്കപ്പുകൾ, ഈ ബ്രേക്കപ്പ് ട്രോമ ഇതിനകത്ത് വന്നിരിക്കുന്ന ഇതിനെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. റേക്കിയിലൂടെ നമുക്ക് അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതിനകത്തിരിക്കുന്ന പ്രശ്നങ്ങൾ എടുത്തു കൊടുക്കാൻ പറ്റും. അവരെ നോർമൽസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു മാരേജിനെ കുറിച്ച് ചിന്തിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിലൊക്കെ അവർ ചിന്തിച്ചു പോയോ, എവിടെയോ എപ്പോഴോ ഒന്ന് സംഭവിച്ചു, ആ സംഭവിച്ചതിൽ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുക. ആ സ്റ്റെപ്പിൽ നിന്ന് അവർ മുകളിലോട്ടോ താഴോട്ടൊക്കെ പോവുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിൻ്റെ റിയൽ സൈഡുകൾ അവർ തിരിച്ചറിയണം. സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അതായത് നമുക്കിപ്പം ഒരു ആഗ്രഹം, അതായത് ഇന്ന ജോലി തന്നെ എനിക്ക് വേണം, അല്ലെങ്കിൽ ഇന്ന വീട്, അല്ലെങ്കിൽ ഇന്നൊരു ഭവനം എനിക്ക് സാധ്യമാകണം, അല്ലെങ്കിൽ അങ്ങനെ ചില ആഗ്രഹങ്ങൾ കാണണമല്ലോ. ഇന്ന രീതിയിൽ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകണം, അങ്ങനെ കുറേ ഏതെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ആ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് റേക്കി ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്? ഏത് കാര്യത്തിനും ആദ്യം ഉണ്ടാകേണ്ടത് ആഗ്രഹമാണ്. പക്ഷെ ആ ആഗ്രഹത്തിൻ്റെ തീവ്രത ഒരു വലിയ ഘടകമാണ്. അപ്പോൾ അപ്പുറത്തെ ജോസിന് ഇന്ന വീടായതുകൊണ്ട് എനിക്ക് ആ വീട് വേണം, ഇപ്പുറത്ത് ഉള്ള ഒരു മേരിക്ക് മേരിയുടെ വീട്ടിലെ കാറ് കുടി കാറായതുകൊണ്ടായിരിക്കും. അതിനപ്പുറത്തേക്ക് നിനക്കതാ വേണ്ടത്. നിൻ്റെ കംഫർട്ട്സിന്, നിൻ്റെ കംഫർട്ടബിൾ സ്റ്റേക്ക്, നിൻ്റെ കംഫർട്ടബിൾ ജേർണിക്ക് നിനക്ക് റിക്വയർഡായിട്ടുള്ളത് ഏതാണ്, നീ അത് കണ്ടെത്ത്. ഈ ജോസിൻ്റെയും മേരിയുടെയും അപ്പോൾ അത് തീവ്രമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു കാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാറിൻ്റെ ഒരു മോഡൽ വാങ്ങിച്ച് മുമ്പിൽ വെക്കുക. അത് നിങ്ങൾ ഏത് പച്ച നിറമുള്ളതാണോ, അത് ചുമന്ന നിറമാണോ, അത് നീലയാണോ, അത് ഏതാ നിനക്ക് വേണ്ടത്? ആ നിറമുള്ള കാറ് മുന്നിൽ വെച്ച് അതിനെ വിഷ്വലൈസ് ചെയ്യും. ആ കാർ വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. എനർജി കൊടുത്തുകൊണ്ട് അങ്ങനെ. അതുപോലെ തന്നെ വീടിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെക്കുക, അതിലേക്ക് എനർജി കൊടുക്കുക, അതിലേക്ക് വിഷ്വലൈസ് ചെയ്യുക, പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്യുക, എനർഗൈസ് ചെയ്യുക. എളുപ്പമാകും കാര്യങ്ങൾ. സമയം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അങ്ങനെ വെക്കേണ്ട കാര്യമില്ല. അത് നമ്മളല്ല, കാലമാണ് തീരുമാനം. അത് നമ്മുടെ ആഗ്രഹമേ നടക്കൂ. പക്ഷെ ആഗ്രഹത്തിന് നമ്മൾ ഈ സംശയം ഒഴിവാക്കി കിട്ടണം. സംശയത്തിൻ്റെ ഒരു വാലൂടെ അടച്ചിടണം. നടക്കും എന്നുള്ള വീണ്ടും അത് ഈ ചില കുട്ടികൾ റോസ് ചെടി കൊണ്ട് കുഴിച്ചു വെച്ച്, റോസിൻ്റെ കമ്പ് കുഴിച്ചു വെച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ പിഴുതു നോക്കും. ഒരിക്കലും അത് നന്നാകാൻ പോകുന്നില്ല, അത് ഉണങ്ങില്ല. ഈ സ്വഭാവം നമ്മിലൊക്കെ ഇപ്പോഴും ഉണ്ടേ. നമുക്കെപ്പോഴും സംശയമാണ്, ഇത് നടക്കുമോ. ചെയ്യുന്നതിൽ മാത്രം ചെയ്യുക, അത് വിഷ്വലൈസ് ചെയ്യുക, തീർച്ചയായും സംഭവിക്കും. അത് എത്ര നാളെന്നുള്ളതല്ല. ഇല്ല, നാളെന്നുള്ളതല്ല, അങ്ങ് നമ്മുടെ ജീവിത അവസാനം വരെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ആവശ്യം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതിനാണ് നിങ്ങൾക്ക് ആഗ്രഹം വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോസിൻ്റെയും മേരിയുടെയും കാറും വീടുമല്ലോ നമുക്ക് വേണ്ടത്. നമ്മുടെ ആവശ്യം എന്താണോ അത് വിഷ്വലൈസ് ചെയ്ത് നമ്മൾ റേക്കി എനർജി കൊടുക്കുക, അത് നമുക്ക് സാധ്യമാവും എന്ന് ഉറച്ചു വിശ്വസിക്കുക, നമ്മളിലേക്ക് വരും. അതോടൊപ്പം നിങ്ങളുടെ വിൽ പവർ,
അത് ഈ എല്ലാ കാര്യങ്ങളിലും വിൽ പവർ ഒരു പ്രധാന ഘടകമാണ്. നിങ്ങൾക്ക് എത്ര തീവ്രമായ ആഗ്രഹമുണ്ട്, നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യുന്നു, നിങ്ങൾ അതിനു വേണ്ടി ആ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് അതിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്ര എന്ന് പറഞ്ഞാൽ അഥവാ ഈ വയറിൻ്റെ മധ്യഭാഗത്തുള്ള ചക്രയാണ്. ഈ ചക്രയ്ക്ക് അതിൻ്റെ കളർ അപ്പുറം ഇപ്പുറം എനർജി കൊടുത്ത് അതിനെ ഒന്ന് ഇത് എനർജൈസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഇത് നടക്കാനുള്ള ചാൻസ് കൂടുതൽ കിട്ടും. നിങ്ങളുടെ വിൽ പവർ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഈ മാനിഫെസ്റ്റേഷൻ ഈസിയാക്കാം. അതിനുള്ള ഫിനാൻസും കാര്യങ്ങളും സമ്പത്തും ഒക്കെ വരും. വരും, തീർച്ചയായിട്ടും. അതിന് നമ്മളെ സഹായിക്കുന്നത് ഈ ചക്ര.